രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ പോരും മുറുകുന്നു. ഗവർണറുടെ വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി പി പ്രസാദ് രംഗത്തെത്തി. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം എന്നാണ് 24നോട് മന്ത്രിയുടെ പ്രതികരണം. ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ അജണ്ട എന്നും മന്ത്രി പി പ്രസാദ് വിമർശിച്ചു. ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതെ അല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഗവർണർ തെറ്റുതിരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. യോജിച്ച ഒരു അന്തരീക്ഷത്തിൽ പോയാൽ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അധികാരം ദുരുപയോഗം ചെയ്യുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. പ്രസാദ് സ്വീകരിച്ച നിലപാട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണ്, മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും നിലപാടും ഉണ്ടാവും. പക്ഷേ അതിന് സർക്കാർ വേദികളെ ഉപയോഗപ്പെടുത്തരുത്. പക്ഷെ നിർഭാഗ്യവശാൽ സംഘപരിവാരം, കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ചും മറ്റ് അധികാരം ഉപയോഗിച്ചും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാനും ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിയായി തുറന്നുകാട്ടുകയാണ് പ്രസാദ് ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷ കേരളം അതിനെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, ഭാരതമാതാവ് എന്ന നമ്മുടെ കൺസെപ്റ്റിലുള്ള ഭാരതമാതാവിൻ്റെ കയ്യിലുള്ളത് ത്രിവർണ്ണ പതാകയാണ്, അതല്ലാതെ കാവിക്കൊടിയല്ല എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ ഒരു ചിന്താപരമായ ചർച്ച കൂടി തുടക്കമിടുകയാണോ? അതല്ല, നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് കണ്ടതുപോലെ ഗവർണർ സർക്കാർ എന്ന വേറൊരു തലത്തിലുള്ള ഏറ്റുമുട്ടലിന് തുടക്കമാണോ ഷഫീദ്? ഹഷ്മത്, ഏറ്റുമുട്ടലിന് തുടക്കമായി തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. കാരണം ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി വന്നപ്പോൾ സർക്കാർ ഗവർണർ പോരിന് അയവുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ എത്തിച്ച് പ്രഭാഷണം നടത്തിയതോടെ സർക്കാർ അതൃപ്തി പ്രകടിപ്പിച്ചു. പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ നിർബന്ധത്തിൽ കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിന പരിപാടി റദ്ദാക്കി സർക്കാരും നിലപാട് കടുപ്പിച്ചത്. ഈ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കാനുള്ള കൃഷിമന്ത്രിയുടെ നിലപാടിനെ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ അജണ്ടയാണെന്നുള്ള വിലയിരുത്തലിലാണ് നിലവിലിപ്പോൾ സർക്കാർ ഉള്ളത്. ഗവർണറുടെ നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്ന് നിലവിലിപ്പോൾ സർക്കാരും മുന്നണിയിലും തീരുമാനമെടുത്തിട്ടുണ്ട് തരത്തിലേക്കുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതേസമയം രാജ്ഭവനും ഗവർണറും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ രാജ്ഭവനിൽ നിന്നും പരിപാടി മാറ്റിയതോടെ ഗവർണർ ഒരു നിലപാടൊക്കെ കടുപ്പിച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പരിസ്ഥിതി ദിനം ആചരിച്ച് രാജ്ഭവന് സ്വന്തം നിലയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് രാജ്ഭവനിൽ നടന്നൊരു സ്വകാര്യ ചടങ്ങിൽ കൃഷിമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിർണായകമാകും. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് സാധ്യതയുണ്ട് പല വിഷയങ്ങൾ. അപ്പോൾ പ്രധാനമായും ഈ വിഷയവും ഒരു പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിച്ചേക്കാം. നിലവിലിപ്പോൾ വിട്ടുവീഴ്ച വേണ്ട, ഗവർണർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ ചില കാര്യങ്ങളാണ് എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രണ്ട് തരത്തിലുള്ള ചർച്ച. ഒന്ന് ഈ പറയുന്ന നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്ത് കണ്ട പോലെ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ, അതല്ല ഈ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്നത് ഇത് RSSന്റെ ഒരു സൃഷ്ടിയാണ്, അതല്ലാതെ ഭാരതമാതാവ് എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലെ ശില്പത്തിൻ്റെ കയ്യിലുള്ള ത്രിവർണ്ണ പതാകയാണ്, അല്ലാതെ കാവി പതാകയല്ല, അത് ഒളിച്ചുകടത്താണ് എന്ന മന്ത്രി പി പ്രസാദ് പറയുന്നത് പോലെയുള്ള ഒരു ചർച്ച കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടാവാനിടയുണ്ട്.